ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ കോട്ടയായിരുന്ന ഇടത്താണ് BJPയുടെ ഒരു റെക്കോർഡ് വിജയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. ഇടതുപക്ഷം നാണം കെട്ട് തോറ്റുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെ വലിയൊരു നാണം കെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറി. അതായത് ഉപതെരഞ്ഞെടുപ്പ്, നിർണായകമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്താണ് ഈ ഒരു വലിയ നേട്ടം ഇപ്പോൾ BJPക്ക് സ്വന്തമായതും അതോടൊപ്പം തന്നെ കനത്ത തിരിച്ചടി ഇപ്പോൾ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും നേരിടേണ്ടി വന്നത്. ഇത് മറ്റെവിടെയുമല്ല, ത്രിപുരയിലാണ് ഈ വലിയ തോതിലുള്ള ഒരു തോൽവി ഇപ്പോൾ കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും വഴങ്ങേണ്ടി വന്നിരിക്കുന്നത്. വടക്കൻ ത്രിപുരയിലാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നതെന്ന് പറയുന്നത്. ധർമ്മനഗർ എന്ന സ്ഥലത്ത് BJP സ്ഥാനാർത്ഥി 18,290 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഇത് ത്രിപുര നിയമസഭയിലെ കാവി അംഗസംഖ്യ, BJPയുടെ അംഗസംഖ്യ ഇപ്പോൾ 33 ഉയർത്തിയിരിക്കുകയാണ്. അതേസമയം CPIM പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന വ്യക്തിക്ക് അവിടെ ലഭിച്ചത് വെറും 6000 വോട്ടുകൾ മാത്രമാണ്. അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ലഭിച്ചത് 5936 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്ന് പറയുന്നത്. ഇതിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 24,291 വോട്ടുകൾ. അതേസമയം ഇടതുപക്ഷത്തിന് 6000, കോൺഗ്രസിന് 5946 വോട്ടുകൾ മാത്രം. ഉപതെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് ലഭിച്ചതാണെങ്കിൽ 445 വോട്ടുകളും. ഇത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. നിലവിലിപ്പോൾ BJPക്ക് 33 MLAമാരുണ്ട് ത്രിപുരയിൽ. സഖ്യകക്ഷിയായ IPFTക്ക് ഒരു MLAയും ത്രിപാമോത്തയ്ക്ക് 13 അംഗങ്ങളുമാണുള്ളത്. അതേസമയം മറുവശത്തിപ്പോൾ പ്രതിപക്ഷമായ CPIMനും കോൺഗ്രസിനും 3 MLAമാരുമാണ് കണക്ക്. എന്തായാലും ഈ ഒരു തോൽവി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട ഒരു തോൽവിയിലേക്ക് നയിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കണക്കുകൾ അത് വളരെ വലിയ തോതിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 2026 ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും 24,291 വോട്ടുകൾ നേടിയ BJP 6000 വോട്ടുകളായിട്ട് ഇടതുപക്ഷത്തെ ചുരുക്കി. എന്നാൽ 5936 വോട്ടുകളുമായിട്ട് കോൺഗ്രസിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത്, ഇത് 2023 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ സ്ഥലത്ത് BJP 18,000 വോട്ടുകളായിരുന്നു അന്ന് നേടിയത്. അതേസമയം ഇപ്പോൾ അത് 24,000 ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയിരിക്കുന്നു. അത് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് BJP അവിടെ ഉണ്ടാക്കിയത്. അതായത് റെക്കോർഡ് വിജയം എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. അതേസമയം INC 2023 തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തായിരുന്നു അന്ന് നിന്നത്. 17,556 വോട്ടുകൾ അന്ന് INCക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷവും INCയും ഇന്ത്യ സഖ്യമായിട്ട് ഒരുമിച്ചായിരുന്നു അന്ന് നിന്നത്. അതുകൊണ്ടാണ് 17,586 വോട്ടുകൾ ലഭിച്ചത്. പക്ഷേ അത് രണ്ടായിട്ട് നിന്ന് മത്സരിച്ചപ്പോൾ, ഇടതുപക്ഷവും അതേസമയം കോൺഗ്രസും രണ്ടായിട്ട് നിന്ന് മത്സരിച്ചപ്പോഴത്തേക്കും കിട്ടിയത് 6000-ഉം 5000-ഉം വോട്ടുകൾ മാത്രം. അതായത് കഴിഞ്ഞ 2023 ഒരുമിച്ച് നിന്ന് മത്സരിച്ച് കിട്ടിയ വോട്ടുകളുടെ അടുത്ത് പോലും എത്തുന്നില്ല ഈ വോട്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വോട്ടുകൾ വളരെ വലിയ തോതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് അത് നേരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കുമിഞ്ഞുകൂടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ വലതുപക്ഷവും ഇടതുപക്ഷവും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ഇതെന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ BJP തുടരെ വോട്ടുകൾ വളരെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വളരെ വലിയ തോതിൽ ഒരു കനത്ത പ്രഹരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്ന് മാത്രമല്ല, കൃത്യമായിട്ടുള്ള വോട്ട് ഉയർത്താനും അതിലൂടെ വളരെ വലിയ തോതിലുള്ള വിജയം നേടാനും BJPക്ക് ത്രിപുരയിൽ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു വിജയമെന്ന് പറയുന്നത്.